ഇന്നത്തെ മോർണിംഗിലെ ഫുഡാണ് വട, ചായ. ഇതൊക്കെ മാത്രമേ നമ്മളെല്ലാവരും ചായയുടെയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. എന്താണ് വടക്കെ തന്ന് ചായ കുടിച്ച് സുഖമല്ലേ, രസമല്ലേ, സാറല്ല എല്ലാവർക്കും? ശരി. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. രാവിലെ വെളുപ്പിന് തുടങ്ങി ഞങ്ങൾ യാത്ര കേട്ടോ. സൂര്യൻ ഉദിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ എക്സ്പ്രസ് ഹൈവേ ജയ്പൂർ ഡൽഹി ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹൈവേയിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളൊക്കെ ഈ നേരത്ത് ഉറങ്ങുമായിരിക്കും. അവർക്കൊന്ന് ഉണർത്തി കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് പോകുന്നല്ല, എന്നാലും ഓല് രാവിലെ തന്നെ കിടന്നുറങ്ങും. ഇന്ന് ഞങ്ങൾ ചായ ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ പിന്നെ ഹോട്ടലിൽ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാന്നുള്ള പ്ലാനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ റിയാസ് കണ്ട വണ്ടി ഇവിടുന്ന്, റിയാസ് തന്നെ കേട്ടോ, വണ്ടി ഫുള്ള് റിയാസാണ് ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു ചായ കിട്ടിയാലേ ഇപ്പോൾ എന്തുള്ളൂ ഒരു സമാധാനമുള്ളൂ. ചായ കുടി രാവിലത്തെ ചായ കുടിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 8 മണി ആയി തുടങ്ങി. കുട്ടികളൊക്കെ ഇപ്പോൾ ചായ ചോദിക്കൽ തുടങ്ങി. അതിനാണെങ്കിൽ ഈ ഹൈവേമെന്ന് ചായക്കുള്ള നല്ലൊരു സ്ഥലം കണ്ടെത്തുമാണ്. റോഡ് സൈഡിൽ നിർത്തിയാനും വയ്യ, കുറച്ചൊന്നുള്ളിലേക്കൊക്കെ ഇറങ്ങിയ സ്ഥലങ്ങളാണെങ്കിൽ ഒരു സുഖമാണ്. അപ്പോൾ ഞങ്ങൾ ചായക്കുള്ളൊരു സൈഡ് കിട്ടിയിട്ടുണ്ട് താഴോട്ട് ഇറങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ വിശേഷവുമായിട്ട് ചായൻ്റെ ഇതിൽ നമുക്കിപ്പോൾ കാണാം. ഇന്നത്തെ മോർണിംഗിലെ ഫുഡാണ് വട, ചായ. इधर से मास्क है. ये दूध നമ്മളെല്ലാവരും ചായയുടെയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. എന്താണ് വടക്കെ തന്ന് ചായ കുടിച്ച് സുഖമല്ലേ, രസമല്ലേ, സാറല്ല എല്ലാവർക്കും? ശരി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. എല്ലാവരും ഏകദേശം 10, 20, 30 വാടോളം വാങ്ങി എല്ലാവരും കഴിച്ചു. ചായ കഴിച്ചു. എല്ലാം അവിടെ ഇരുന്നിട്ട് അവരൊക്കെ വണ്ടിയിൽ തന്നെ ഇരുന്നുള്ളൂ. ഞങ്ങൾ മാത്രം ഇറങ്ങി. ചെന്ന സമയത്ത് അവിടെ ഭയങ്കര ഒരു പുകയായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് മാറി ക്ലിയറായി. പിന്നെ ഞങ്ങളൊരു 20 പൊറാട്ട എന്തോ 20 പൊറാട്ട വാങ്ങിയിട്ടുണ്ട്. നമ്മളോട് സ്പെഷ്യൽ പോലെ ഉണ്ടാക്കി തന്നാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കുക എന്ന് കരുതി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ജയ്പൂർ ഡൽഹി ഹൈവേയിൽ യാത്ര തുടരുകയാണ്. ഇന്ന് ഞങ്ങൾ ശരിക്ക് 5-ാമത്തെ ദിവസമാണ് കേട്ടോ. 5-ാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് ആണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഫസ്റ്റ്. കാരണം ഞങ്ങൾക്ക് സൂര്യാസ്തമയം കൂടി കാണുമ്പോഴാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് അവിടെ എത്തണം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു യാത്രയാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നല്ല വലിയ ഹൈവേയുണ്ട്. അത്യാവശ്യം 100ൻ്റെ മേലൊക്കെ നമുക്ക് വണ്ടി ഓട്ടാം. 100, 120, 150 സ്പീഡ് നമുക്ക് കിട്ടും. അപ്പം ആ നിലക്ക് വണ്ടി വിടാനുമാണ് ഞങ്ങൾ പ്ലാന്. പരമാവധി അങ്ങനെ ചെയ്യാം. അങ്ങനെ ഏതായാലും ഞാൻ മറ്റേ ചരിത്രത്തിൻ്റെ ബാക്കി ഒന്ന് എനിക്കറിയാവുന്നതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ മദീനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യൻ്റെ ഡൽഹിയിലേക്കാണ് വരുന്നത്. ഈ ഡൽഹിയിലേക്ക് വരുന്ന ആ സമയത്ത് ഡൽഹിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പൃഥ്വിരാജും
ഷിഹാബുദ്ദീൻ എന്ന 2 ഭരണാധികാരികളാണ്. അവരെ അനുയായികൾ തമ്മിൽ ഒരുപാട് യുദ്ധം നടന്നിട്ട് മുസ്ലിങ്ങളോട് ഹിന്ദുക്കൾക്ക് വളരെ അധികം ഒരു ഏറ്റുമുട്ടലിൻ്റെതുമായി ബന്ധപ്പെട്ട് വൈരാഗ്യത്തിലൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഡൽഹിയിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ അവിടുന്ന് നേരെ വന്ന് താമസമാക്കിയത് മറ്റേ പൃഥ്വിരാജിൻ്റെ ഒട്ടകങ്ങൾ താമസിക്കുന്ന സമാന എന്ന സ്ഥലത്താണ് ഫസ്റ്റ് വന്നിട്ട് മഹാൻ വന്നിരിക്കുന്നത്. ഈ സമാനയിൽ പൃഥ്വിരാജിൻ്റെ ഒട്ടകങ്ങൾ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ പൃഥ്വിരാജിൻ്റെ അമ്മ പറഞ്ഞിട്ടത്ര മരിക്കുന്നതിന് മുമ്പ് ഈ അറേബ്യയിൽ നിന്നൊരു പണ്ഡിതൻ ആൾ വരും ഈ നാട്ടിൽ. അതായിരിക്കും ഈ പൃഥ്വിരാജിൻ്റെ അന്ത്യത്തിലേക്ക് നയിക്കുക. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞൊരിതും ഈ പൃഥ്വിരാജിന് ഓർമ്മ വരും. അപ്പോൾ അവിടുത്തെ അനുയായികളോട് പറയും നിങ്ങൾ എന്ത് ചെയ്യണോ അവരെ അവിടുന്ന് മാറ്റണം എന്നറിയും. അങ്ങനെ എന്തായാലും ഈ പറയുന്ന സമയത്ത് അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് താമസം വരാം. അപ്പോൾ ഈ ഒട്ടങ്ങൾ അവിടെ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ സമാന എന്ന സ്ഥലത്ത് അനാസാഗർ എന്ന തടാകത്തേക്ക് താമസം മാറ്റാണ്. തടാകത്തിൻ്റെ അടുത്താകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ വെള്ളത്തിനുള്ള സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ അനുയായികൾ വന്നിട്ട് ഈ ഒട്ടകങ്ങളെ രാവിലെ എണീക്കാൻ വിളിക്കുന്ന സമയത്ത് ഈ ഒട്ടകങ്ങൾക്ക് എണീക്കാൻ കഴിയണില്ല. അപ്പോഴാണ് പൃഥ്വിരാജിന് മനസ്സിലാവുന്നത് ഇത് ഒരു മഹാനാവാനാണ് സാധ്യത എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ അവരോട് പോയിട്ട് മാപ്പ് പറയണം. അങ്ങനെ മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒട്ടകങ്ങൾ എണീക്കുള്ളൂ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയി മാപ്പ് പറയുന്നു. പിന്നീട് ഇവർ വന്നിട്ട് ഒട്ടകങ്ങളെ വിളിക്കുമ്പോൾ ഒട്ടകങ്ങൾ എണീക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടകങ്ങൾ അസുഖങ്ങളൊക്കെ മാറി ചുരുക്കി പറഞ്ഞാൽ. അങ്ങനെ ഈ അനാസാർ തടാകത്തിൽ ആണ് പിന്നെ ഇവരെന്ത് ചെയ്യണം താമസം. ഈ തടാകത്തിൽ താമസിക്കുന്നതൊന്നും എന്തായാലും പൃഥ്വിരാജിന് ഇത് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അങ്ങനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് എല്ലാവിധ ഇതും ഈ പൃഥ്വിരാജ് പയറ്റി നോക്കുന്നുണ്ട്. കാരണം ഈ ആളെ ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ, ഈ മഹാനെ ഇവിടുന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ അവരെ ജീവനെ പ്രതികൂലമായി വാദിക്കുന്ന ഒരാളാണ് ഈ മഹാൻ എന്നുള്ളത് പൃഥ്വിരാജിനറിയാം. അപ്പോൾ ഈ മാരണത്തിൽ വളരെ പിടിച്ചൊരു നാട് തന്നെയാണ് സത്യം പറഞ്ഞ അജ്മീർ. അങ്ങനെ അവിടെ ഏറ്റവും വലിയ മാരണം ചെയ്യുന്ന രാജാണ് അജയ്പാൽ. അങ്ങനെ ഈ പൃഥ്വിരാജ് അജയ്പാൽ എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ഇതിപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഇവിടെ എത്തിയല്ലോ, ഇതിൻ്റെ ചരിത്രം നമുക്ക് ചുരുക്കിയിട്ട് പറയാം. അപ്പോൾ ബാക്കി നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ പ്രവേശിച്ചു. ഇതാണ് ആ ഡൽഹിൻ്റെ ബോർഡറാണ് ഇപ്പോൾ ആ മഞ്ഞ കണ്ടുപോയത്. ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 4 മണിയാവാറായി. മൊത്തത്തിൽ സൂര്യനില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. സൂര്യനില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ചൂട് കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ നാളത്തെ സ്ഥിതി നമുക്കറിയില്ല. ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഇട്ടുള്ള യാത്രയാണ്. അത് കാരണം തന്നെ റോഡുകൾ ഞങ്ങൾക്ക് മാറുന്നുണ്ട്. മുകളിലൂടെ പോകേണ്ട പാലത്തിന് പകരം ഞങ്ങൾ അടിയിൽ കൂടെ പോണത് മാറിയിട്ട്. ഇപ്പം ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ റൗണ്ടോ പോർട്ടിലെത്തിയിട്ടോ. ഈ റൗണ്ടോ പോർട്ടിലെത്തിയിട്ടുള്ള വിറ്റ് ഞങ്ങൾ 3 റൗണ്ടോളം അടിച്ച്. കാരണം പാർക്കിങ് ഞങ്ങൾക്ക് അറിയണ്ടേ, ഞങ്ങൾ ആദ്യമായിട്ട് വരല്ലേ. ഈ വണ്ടിയായിട്ട് ഞങ്ങൾ ഒരു റൗണ്ട് അടിക്കും, പാർക്കിങ് കാണില്ല. 2ാമത്തെ റൗണ്ട് അടിച്ച് പാർക്കിംഗ് അല്ല, 3ാമത്തെ റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് കണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത്. ഇത് റൗണ്ട് ഒരു വലിയൊരു 1.5 റൗണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞങ്ങളിപ്പോൾ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം കണ്ട് അതിനിടയിൽ ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് കണ്ടുകൊണ്ട് നമുക്ക് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ആളോട് ചോദിച്ച് പാർക്കിങ്ങിനുള്ളത്.
അപ്പോഴാണ് ഞങ്ങൾ ആൾ പറയുന്ന ആ ഗ്യാപ്പിൽ തന്നെ ഞങ്ങൾ ആ പാർക്കിങ്ങുള്ള സൗകര്യം കാണുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു തലസ്ഥാനമായ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ത്യ ഗേറ്റ്. അതാണിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.